സ്വിഗ്ഗി ഡെലിവറി പാർട്ട് ടൈമായും ഫുൾ ടൈമായും നല്ല വരുമാനമുണ്ടാക്കാൻ പറ്റിയ ഒരു ഡെലിവറി ആപ്പ്. എന്നാൽ എനിക്ക് ഇതിൽ പേഴ്സണലായി ഉണ്ടായ കുറച്ച് പ്രശ്നങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഷാൻസ് കോർമയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഫുഡ് റിവ്യൂ ഒക്കെ വിട്ട് സ്വിഗ്ഗി ഓടാൻ പോണേ. ഇന്ന് 2-3 മാസമായി ഓടണം. അപ്പോൾ ഇന്ന് ഇത് ഓടുന്ന നിങ്ങളെ വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് വെച്ചു. ഇതിന് കുറേ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഇത് ആരും നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. ഞാനപ്പോൾ ഇതിൽ അഡ്വാൻറ്റേജസും ഫുൾ ഡിസഡ്വാൻറ്റേജസും പറഞ്ഞുതരാം. കാരണം എല്ലാവരും ഇതിൽ പോയാൽ നല്ല പൈസ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ച് ഇറങ്ങും. പക്ഷേ ഇതിൻ്റെ പുറകിൽ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ പാർട്ട് ടൈമാണ് എടുത്തേക്കുന്നത്. വൈകുന്നേരം 6 തൊട്ട് 10-12 മണി വരെ ഞാൻ ഓടും. പക്ഷേ ഇന്ന് രാവിലെ തന്നെ ഇറങ്ങിയേക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ ഡേ എങ്ങനെയെന്ന് കാണിച്ചു തരാം. ഇതാണ് ബാഗിൻ്റെ അകത്ത് ഒരു കുപ്പിയുണ്ട്. പിന്നെ കുറച്ച് മാസ്ക് ഇട്ടിട്ടുണ്ട്. അതെന്തിനാണെന്നറിയില്ല, എപ്പോഴും ഞാൻ മേടിച്ചിട്ടാണ്. പിന്നെ വണ്ടി നമ്മുടെ ഹോണ്ട CD 110 ആണ്. ഒരു 5-6 വർഷമായിട്ട് എൻ്റെ കൂടെ ഉള്ള വണ്ടിയാണ് ഇത്. ഞാൻ കടയിലൊക്കെ ഓടിക്കണം. പിന്നെ സ്വിഗ്ഗി ഓടാനും ഇപ്പോൾ പോകുന്ന വണ്ടി. ഇടയ്ക്ക് പണി തരും, പക്ഷേ കുഴപ്പമില്ല, നല്ല മൈലേജ് ഉണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. നമ്മളിതേ സ്വിഗ്ഗി ഓണാക്കുവാണ്, ഇപ്പോൾ ഇറങ്ങാൻ പോവാണ്. നമ്മളിതേ ആപ്പ് ഓണാക്കി ഇപ്പോൾ സ്വിഗ്ഗി ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഒരു 3-4-5 ഓർഡറേ രാവിലെ കിട്ടുള്ളൂ മിക്കവാറും. ഞാൻ ഉച്ചയ്ക്കൊരു 1 മണി വരെ ഓടുള്ളൂ. അപ്പോൾ എല്ലാ ദിവസവും എനിക്ക് 3-4-5 ഓർഡറേ കിട്ടാറുള്ളൂ. അപ്പോൾ അതുവരെ നിങ്ങളെ കാണിച്ചു തരാം. പരമാവധി ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ വൈകുന്നേരം വരെ ഫുൾ വീഡിയോ നിങ്ങൾ കാണാം. വൈകുന്നേരം ആയിരിക്കും ഞാൻ എന്തുകൊണ്ട് സ്വിഗ്ഗിയിൽ ഇത്രയും പ്രശ്നമുണ്ടെന്നൊക്കെ പറയണത്. ഗൈസ്, അപ്പോൾ നമ്മൾ ആദ്യത്തെ പിക്കപ്പ് വന്നേക്കാണ് സുഹൃതം കാറ്ററിംഗ് എന്ന് പറഞ്ഞൊരു ഇവിടെയാണ് വന്നേക്കണം. ഇത് ഞാനിപ്പോൾ എറണാകുളം പനമ്പള്ളി നഗർ സോണാണ് ഓടിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യത്തെ ഓർഡർ കിട്ടി 65 രൂപയുടെ ഓർഡറാണ്. എങ്ങോട്ടാണെന്നറിയില്ല, പിക്കപ്പ് ചെയ്താലേ കാണാൻ പറ്റുള്ളൂ എങ്ങോട്ടാണ്. അപ്പോൾ ഞാൻ എന്താ യൂണിഫോം ഇടാത്തതെന്ന് വെച്ചാൽ 2 യൂണിഫോം അലക്കാനിട്ടേക്കണേ. അപ്പോൾ എല്ലാ ദിവസവും ഇതിൽ സെൽഫി എടുക്കാനും ചോദിക്കും. പിന്നെ യൂണിഫോമും ബാഗൊക്കെ കൂടി ഒരു ഫോട്ടോ ചോദിക്കും. അത് ഞാൻ മിക്കപ്പോഴും വേറെ ആൾക്കാരുടെ യൂണിഫോം ബാഗൊക്കെ എടുത്ത് അയക്കണം. പക്ഷേ അത് നമ്മുടെ തന്നെ അയക്കണം. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും വണ്ടിയൊക്കെ ഇടിച്ചാൽ ഇൻഷുറൻസ് കിട്ടണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്താലേ സ്വിഗ്ഗിക്കാരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇൻഷുറൻസ് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ പിക്കപ്പ് ചെയ്യാം. 10:41 ഇനി ഒരു 10 മിനിറ്റ് ഉണ്ട്. ഫസ്റ്റത്തെ ഓർഡർ കിട്ടി. ഫസ്റ്റത്തെ ഓർഡർ എടുത്ത് വെല്ലിംഗ്ടൺ ഐലൻഡിലാണ് കേട്ടോ ഫസ്റ്റത്തെ ഓർഡർ കിട്ടിയേക്കണം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഗൈസ്, അങ്ങനെ ഫസ്റ്റത്തെ ഓർഡർ കൊടുത്ത് ഇത് ഐലൻഡിൻ്റെ അകത്ത് എവിടെയോ ഒക്കെ ആയിരുന്നു. ഇത് ആ ഓർഡർ ചെയ്ത ആളല്ല സാധനം വാങ്ങിച്ചത്, വേറെ ആൾക്ക് വേണ്ടിയാണ് ഓർഡർ ചെയ്തത്. ഈ ഫോം വിളിച്ചിട്ട് എടുക്കണമില്ലായിരുന്നു. ഇപ്പോൾ അവസാനം എടുത്ത് എന്നിട്ട് ആ ഓർഡർ കൊടുത്ത് ഇനി അടുത്ത ഓർഡർ പോട്ടെ. അങ്ങനെ രണ്ടാമത്തെ ഓർഡർ എടുത്തു. ഹോട്ടൽ എക്സലൻസി എന്ന് പറഞ്ഞ ഹോട്ടലിൽ നിന്നാണ് എടുത്തത്. അപ്പോൾ നമുക്കിത് കൊണ്ട് കൊടുക്കാം. ഇത് കടവന്ത്രയിൽ എവിടെയാണ് ഗൈസ്. അങ്ങനെ ഉച്ചത്തെ ഓട്ടം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഒരു 1 മണി വരെ ഓടി. ഒരു 6 ഓർഡർ എന്തോ കിട്ടിയായിരുന്നു. 200 രൂപ എന്തോ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ വൈകുന്നേരം ഓടാൻ വേണ്ടി ഇറങ്ങിയേക്കണേ. ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഒരു സ്ഥലത്ത് പാർട്ട് ടൈം വേറെ പോകുന്നുണ്ട്, അതുകൊണ്ട് ഇത് ഓടാൻ പറ്റില്ല. അപ്പോൾ അതിപ്പോൾ വൈകുന്നേരം 6 മണിക്ക് ഇറങ്ങണം. 6 മണി തൊട്ട് 10 മണി വരെ ഓടിയാൽ ഇൻസെൻറ്റീവ് കിട്ടും. രാവിലെ ഇൻസെൻറ്റീവ് ഉണ്ട്. രാവിലെ 11 തൊട്ട് 2:45 വരെ ഓടിയാൽ ഇൻസെൻറ്റീവ് കിട്ടും. പിന്നെ വൈകുന്നേരം 6 തൊട്ട് 10 മണി വരെ ഓടിയ ഇൻസെൻറ്റീവ് കിട്ടും. അപ്പോൾ ഞാൻ വൈകുന്നേരത്തെ ഇൻസെൻറ്റീവാണ് എപ്പോഴും ഓടണം. പക്ഷേ ഇപ്പോൾ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ അതേ മഴക്കാറുണ്ട് നല്ല രീതിക്ക്. കണ്ട് ഇരുണ്ടിരിക്കണില്ല. അപ്പം മഴ വന്നു കഴിഞ്ഞാൽ പെടും. ചെറിയ മഴയാണെങ്കിൽ കുഴപ്പമില്ല, വലിയ മഴയാണെങ്കിൽ ഇന്നത്തെ ശോകമായിരിക്കും. മഴയത്ത് ഞാൻ സാധാരണ പോവാറില്ല, കഷ്ടപ്പാടാണ്. ആ ബാഗും വിട്ട് നനഞ്ഞ് കുളിച്ച്. പിന്നെ അതേ പവർ ബാങ്ക് ഉണ്ട്. അപ്പം നമുക്ക് ഇറങ്ങി നോക്കാം ഗൈസ്. അപ്പോൾ ഇന്നലെ രാത്രി ഭയങ്കര മഴയായിരുന്നു. രാത്രി അപ്പോൾ ഓട്ടോ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്നപ്പോൾ ഒരു 10-10 ആയി. ഇന്നലത്തെ ഏണിങ്സ് ഞാൻ കാണിച്ചു തരാം. 887 രൂപ എന്തായിരുന്നു ഇന്നലത്തെ ഏണിങ്സ്. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാൻ വീഡിയോ അവസാനം വരെ കാണാൻ പറഞ്ഞ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ
ഫെബ്രുവരി മാസം എനിക്ക് ഞാൻ ഓടുന്തോറും എന്നുവെച്ചാൽ ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് എന്തോ ഞാനിങ്ങനെ ഓടാൻ വേണ്ടി ഇറങ്ങിയായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു ഓർഡർ കിട്ടി. രണ്ടാമത്തെ ഓർഡർ തൊട്ട് എനിക്ക് 0 ഏണിങ്സാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ ഇങ്ങനെ ഓർഡർ പോകുമ്പോൾ നമുക്ക് ഇത്ര ഏണിങ്സ് എന്ന് എഴുതി കാണിക്കും. അപ്പം ഞാൻ ആദ്യത്തെ ഓർഡറിൽ 30 രൂപ എന്തോ കിട്ടി. രണ്ടാമത്തെ ഓർഡർ തൊട്ട് ഓടുന്ന എല്ലാ ഓർഡറിനും 0 എന്നും പറഞ്ഞ് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഞാനിത് എന്താണെന്ന് ആലോചിച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ സ്വിഗ്ഗിയുടെ അവിടെ ചെന്ന് കംപ്ലയിൻറ്റ് കൊടുത്തു. സ്വിഗ്ഗിയുടെ അവിടെ ചെന്ന് കംപ്ലയിൻറ്റ് കൊടുത്തപ്പോൾ അവരെന്നോട് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരാഴ്ച ഓടണം, എന്ന് വെച്ചാൽ 7 ദിവസം ഓടിയാൽ അത് ഓട്ടോമാറ്റിക് ശരിയാവുമെന്നാണ് അവർ പറഞ്ഞത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളിയൊക്കെ ഓടി ഫുൾ 0 ഏണിങ്സ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഒരു 6000 5000 7000 രൂപ കിട്ടേണ്ട സ്ഥലത്ത് എനിക്ക് 0 തന്നെ, ഫുൾ 0. എന്നിട്ട് അടുത്ത ആഴ്ച എനിക്ക് പനിയായിരുന്നു ഒരാഴ്ച മുഴുവൻ. അത് കഴിഞ്ഞ് 3-ാമത്തെ ആഴ്ച ഞാൻ ഇതേപോലെ ഓടിയാൽ ശരിയാവുമെന്ന് വിചാരിച്ചു. ഓടിയിട്ടും ശരിയാവുന്നില്ല. പിന്നെ ഒന്നുകൂടി ഈ ഇതിൽ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ പ്രശ്നം വന്നെങ്കിൽ നമ്മൾ അതിൽ ടിക്കറ്റ് റേസ് ചെയ്യണം. നേരിട്ട് വിളിക്കാൻ പറ്റില്ല സ്വിഗ്ഗിക്കാരെ. അപ്പോൾ നമ്മൾ അതിൽ ടിക്കറ്റ് റേസ് ചെയ്തിട്ട് ഇങ്ങനെ ഓരോ ടിക്കറ്റ് റേസ് ചെയ്യുന്നതോടെ അവർ പറയണത് ഇൻസെൻറ്റീവിൽ ടിക്കറ്റ് റേസ് ചെയ്യാനാണ്. എനിക്കതിൽ ടിക്കറ്റ് റേസ് ചെയ്യാൻ പറ്റണില്ല. കാരണം എന്താ, ആ ഇൻസെൻറ്റീവിൻ്റെ ഓപ്ഷൻ ബ്ലോക്ക് ആയിട്ടിരിക്കണേ. അപ്പോൾ ഇവർ പറയണ ഇൻസെൻറ്റീവ് ഓണാകുമ്പോൾ ടിക്കറ്റ് റേസ് ചെയ്യുക, അതിൽ കിട്ടുമെന്ന്. അതിൽ ഓണാവുന്നുണ്ട് ഇൻസെൻറ്റീവ്. എന്നിട്ട് അടുത്ത ആഴ്ച കഴിഞ്ഞ് 3-ാമത്തെ ആഴ്ച ഞാൻ സ്വിഗ്ഗിയുടെ അവിടെ ചെന്ന ഓഫീസിൽ. അപ്പോഴാണ് അവർ പറയണ നാളെ തൊട്ട് ഓടിയാൽ ശരിയാവുമെന്ന്. അപ്പോൾ ഇത്ര ദിവസം ഓടിയതാ. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറയണ ഇൻസെൻറ്റീവിൽ ഇപ്പോൾ ഓണായിട്ടുണ്ടാവും, അതിൽ കംപ്ലയിൻറ്റ് കൊടുത്താൽ മതിയെന്ന്. എന്നിട്ട് ഇൻസെൻറ്റീവിൽ കംപ്ലയിൻറ്റ് കൊടുക്കുമ്പോൾ അവർ പറയണ ഒരാഴ്ച ഓടി കഴിഞ്ഞിട്ട് വിളിക്കാം. എന്നിട്ട് ഇപ്പോഴും ആ പ്രോബ്ലം ശരിയായിട്ടില്ല. ഇപ്പോഴും ആ 0 എനിക്ക് പൈസയ്ക്ക് കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാൻ പാടില്ല. എന്നിട്ട് ഞാൻ കുറേ കഴിഞ്ഞാണ് മനസ്സിലാക്കിയത് ഇതിൽ ഇൻസ്റ്റമാർട്ട് ഓൺലി ഓർഡർ ഉണ്ട്, പിന്നെ സ്വിഗ്ഗി ഫുഡ് മീറ്റ് എല്ലാം കൂടി ഓർഡർ ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഫുള്ള് സ്വിഗ്ഗി മീറ്റ് ഇൻസ്റ്റ എല്ലാം കൂടി ഉള്ള ഓർഡറാണ് ഓടിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഇൻസ്റ്റമാർട്ടിലോട്ട് മാറി. എന്ന് വെച്ചാൽ അതിൽ മിനിമം ഗ്യാരണ്ടി 500 രൂപ എന്നൊക്കെ ഉണ്ട്. പക്ഷെ അത് ഫുൾ ഡേ ഓടണം. അപ്പം ഞാൻ എന്ത് ചെയ്ത് അത് അറിഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടി ഫുഡിലോട്ട് മാറി. അപ്പം തൊട്ടാണ് എനിക്ക് ഈ പ്രശ്നം വരാൻ തുടങ്ങിയത്. അത് ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അവർ ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇത് സ്വിഗ്ഗിയുടെ അവിടെ നിന്ന് തന്നെ മാറ്റണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇതാണ് എൻ്റെ ഒരു ഫെബ്രുവരിയിലെ അനുഭവം. അതുകൊണ്ട് എനിക്ക് ഇപ്പോഴും ആ ഏണിങ്സ് കിട്ടിയിട്ടില്ല. ഇപ്പോഴും 0 തന്നെയാണ്. ഞാൻ വേറെ ആൾക്കാരോട് ചോദിച്ചു, പക്ഷേ ഇതുവരെ ഇങ്ങനത്തെ ഒരു പ്രശ്നം ആർക്കും വന്നിട്ടില്ല. ഇത് ഞാൻ കുറേ പേരോട് ചോദിച്ചു, പക്ഷേ ഇങ്ങനത്തെ ഒരു പ്രശ്നം ആർക്കും വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. കാരണം ഇനി ഒരാൾക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം. ഇതിനൊരു സൊല്യൂഷൻ ഇല്ല. നിങ്ങൾ ഓടുക. അപ്പോൾ സ്വിഗ്ഗിയുടെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ ശരിയാക്കി തരും. പക്ഷെ ആദ്യം ഞാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റമാർട്ടിൽ ചെന്ന് ചോദിക്കാൻ. ഇൻസ്റ്റമാർട്ടിൻ്റെ മാനേജറുണ്ട്, അവിടെ പോയി ചോദിക്കാനാണ് പറഞ്ഞത്. അവിടെ ചെന്നപ്പോൾ അവർ പറയണത് സ്വിഗ്ഗിയുടെ അവിടെ തന്നെ ചോദിക്കണമെന്ന്. അവിടെ ചെന്നപ്പോൾ അവർ പറയണത് ഒരാഴ്ച ഓടാൻ. പൈസ ഇല്ലാണ്ട് എങ്ങനെ നമ്മുടെ സ്വന്തം കയ്യിൽ പൈസ എടുത്ത് വരും ഒരാഴ്ച ഓടണം? ഞാൻ വെറുതെ എൻ്റെ സ്വന്തം കയ്യിൽ പൈസ എടുത്താൽ 2 ആഴ്ച ഓടിയത്. അത് ഇതുവരെ റെഡി ആയിട്ടില്ല. ഇൻസെൻറ്റീവിൽ ഇഷ്യൂ റേസ് ചെയ്യുമ്പോൾ അവർ പറയണ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, 1 മാസം കഴിഞ്ഞ് നോക്ക്, 0 ആകുമ്പോൾ നിങ്ങൾ ഓടരുതായിരുന്നു എന്നാണ് അവർ പറയണത്. ഓടിയാലേ ശരിയാവുള്ളൂ എന്നാണ് സ്വിഗ്ഗിയുടെ ഓഫീസിൽ നിന്ന് പറയണത്. ഇത് നിങ്ങളെ ഇതാക്കാൻ വേണ്ടി പറയണില്ല. എന്ന് വെച്ചാൽ സ്വിഗ്ഗി നല്ലൊരിതാണ്. ഡെയിലി ഫുൾ ഡേ ഓടുമ്പോൾ നമുക്ക് ഒരു 1500 1700 2000 വരെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും സ്വിഗ്ഗിയിൽ നിന്ന്. ഞാൻ പാർട്ട് ടൈമാണ് ഓടിക്കൊണ്ടിരുന്നത്. ഇപ്പം ഫുള്ളായി, പിന്നെ ഇടയ്ക്ക് പാർട്ട് ടൈം ഓടും അങ്ങനെ. അപ്പോൾ ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് സ്വിഗ്ഗിയിൽ നിന്ന് ഉണ്ടായി. വേറെ ആർക്കും ഉണ്ടായിട്ടില്ല. വേറെ ആരും ഇത് വീഡിയോ ഇടണമെന്നും കണ്ടിട്ടുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇടണത്. പിന്നെ സ്വിഗ്ഗിയാണോ സൊമാറ്റോ ആണോ നല്ലതെന്ന് ചോദിച്ചാൽ സൊമാറ്റോനെക്കാട്ടും നല്ലത് സ്വിഗ്ഗിയാണ്. കാരണം സ്വിഗ്ഗിയിൽ ഫിക്സഡ് ടൈമൊന്നുമില്ല, നമ്മൾ എപ്പോൾ വേണമെങ്കിൽ ഓൺ ചെയ്ത് ഇറങ്ങാം. സൊമാറ്റോ എന്ന് പറഞ്ഞാൽ ഒരു ടൈം സ്ലോട്ട് നമ്മൾ ബുക്ക് ചെയ്യണം. ആ ടൈം സ്ലോട്ടിനുള്ളിൽ ഇറങ്ങിയില്ലെങ്കിൽ നമുക്ക് ഫൈൻ അടിക്കും. അപ്പോൾ ഞാൻ കണ്ടതിൽ സ്വിഗ്ഗിയാണ് നല്ലത്, എപ്പോൾ വേണമെങ്കിൽ ഇറങ്ങാം. പിന്നെ രണ്ടാമത് രണ്ടിലും ഒരേ ഏണിങ്സൊക്കെ തന്നെ. ഫുൾ ഡേ ഓടിയാൽ രണ്ടിലും ഒരേപോലെയൊക്കെ തന്നെ കിട്ടുള്ളൂ പൈസ. പിന്നെ മഴയത്തൊക്കെ എക്സ്ട്രാ സർജൊക്കെ ഉണ്ട് സ്വിഗ്ഗിയിൽ. അത് സൊമാറ്റോയിലുണ്ടാകുന്ന എനിക്കറിയില്ല, സ്വിഗ്ഗിയിൽ ഉണ്ട്. പിന്നെ ഫുൾ ഡേ ഓടണമെങ്കിൽ ഇൻസ്റ്റാമാർട്ടാണ് നല്ലത്. കാരണം അടുപ്പിച്ച് ഓർഡർ കിട്ടിക്കൊണ്ടേ ഇരിക്കും. പക്ഷേ 20-30 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മൾ ഒരു 10 ഓർഡർ ഓടിയാൽ 200 രൂപ കിട്ടുള്ളൂ. അതേ സ്ഥാനത്ത് ഫുഡ് ഡെലിവറി 10 ഓർഡർ ഓടിയാൽ ഒരു 500-ൻ്റെ അടുത്ത് 300-400 രൂപ കിട്ടും. പക്ഷേ ഇൻസ്റ്റാമാർട്ടിൽ ഇങ്ങനെയാണ്. അപ്പോൾ ഫുൾ ടൈം ഓടിയാൽ ഇൻസ്റ്റാമാർട്ടിൽ നമുക്ക് മിനിമം ഗ്യാരണ്ടി ഉണ്ട് 500 രൂപ എന്നും പറഞ്ഞ്. അതുകൊണ്ടാണ് ഇൻസ്റ്റാമാർട്ട് നല്ലത്.
പിന്നെ ഫുഡാണെങ്കിൽ കുറച്ച് അലച്ചിൽ കൂടുതലായിരിക്കും, നല്ല ദൂരമൊക്കെ കിട്ടും, പക്ഷെ അതനുസരിച്ച് പൈസയും കിട്ടും. ഞാൻ ഫുഡ് ആൻഡ് ട്രാവൽ വീഡിയോ ചെയ്യുന്ന ഒരു യൂട്യൂബറാണ്. അപ്പോൾ ഇത് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പ്രശ്നം വേറെ ആരും ചെയ്ത് കണ്ടിട്ടില്ല. അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും വന്നാൽ എൻ്റെ വീഡിയോ ഉപകാരപ്പെടട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെ പ്രശ്നം വന്നാൽ നിങ്ങൾ ഓടാതിരിക്കുക, വെറുതെ പൈസ കളയണ്ട, നേരെ സ്വിഗ്ഗിയുടെ ഓഫീസിൽ ചെന്ന് ശരിയാക്കിയിട്ട് ഇറങ്ങുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാൽ മതി. അവരെ കൊണ്ടേ ശരിയാക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഇൻസെൻറ്റീവിൽ ഇഷ്യൂ റേസ് ചെയ്താലേ ഇത് ശരിയാവും. ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ എന്തെങ്കിലും പ്രശ്നമൊക്കെ വന്നാൽ അതിലാണ് ടിക്കറ്റ് റേസ് ചെയ്യണം. ഇവരെ നേരിട്ട് വിളിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൽ ടിക്കറ്റ് റേസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല, ആ ഓപ്ഷൻ ഓൺ ആവില്ല ഇൻസെൻറ്റീവിൻ്റെ. അപ്പം അത് ശരിയാക്കണമെങ്കിൽ ഈ സ്വിഗ്ഗി ഓൺ ബോർഡിങ് ഓഫീസിൽ ചെന്നാലേ പറ്റൂ, അല്ലാതെ നമ്മൾ വെറുതെ ഓടിക്കൊണ്ടിരുന്നാൽ ശരിയാവില്ല. അപ്പോൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഓഫീസിൽ ചെല്ലുക, വേറെ ഇതൊന്നുമില്ല. അപ്പോൾ ഇനിയും ഫുഡ് ട്രാവൽ വീഡിയോസിനൊക്കെ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇതേപോലെ അനുഭവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഫുഡ് ആൻഡ് ട്രാവൽ വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്കും ബൈ ഫ്രം ഷാൻസ്കോർ.